മകളെ, ഇന്ന് സാറ് വന്നിട്ടുള്ളത് ടാൻജന്റ് അഥവാ തൊടുവരകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഒരു 5 മാർക്കിന് അല്ലെങ്കിൽ ഒരു 4 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ്. ഒരു ചിത്രമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്നുകൂടി നമ്മൾ ആൻസറിലൂടെ ഒന്ന് ഉറപ്പിച്ചിടാൻ പോകുന്നു. ഓക്കെ ആണല്ലോ. ചോദ്യം ഇതാണ്: ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3.5 centimeter ആൻഡ് മാർക്ക് എ പോയിന്റ് P 6 centimeter away from the center of the circle. Draw tangents from the point P to the circle. 3.5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് കേന്ദ്രത്തിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെ P എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. പിയിൽ നിന്നും വൃത്തത്തിലേക്ക് തൊടുവരകൾ വരയ്ക്കുക. നമുക്ക് എന്തായാലും 4 മാർക്കിന് കണ്ടുമുട്ടാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എല്ലാവർക്കും അറിയാൻ വരയ്ക്കാൻ ഒന്ന് വരച്ചു നോക്കാം അല്ലേ. 3.5 സെന്റിമീറ്റർ ആരത്തിലൊരു വൃത്തം വരച്ചു. എന്നിട്ടോ ഇന്നെന്താ പറഞ്ഞത്? 6 സെന്റിമീറ്റർ അകലെ ഒരു പോയിന്റ് വരയ്ക്കാൻ പറഞ്ഞു. 6 സെന്റിമീറ്റർ അകലെ, 6 ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ P എന്ന് പറയുന്നത്. 6 നടുവിലൂടെ ഒരു വര വരയ്ക്കാം. 3 അറിയാം. അല്ലെങ്കിൽ കോമ്പസ് ഇവിടെ കുത്തിയിട്ട് പകുതിയിൽ കൂടുതൽ ഇങ്ങോട്ട് കട്ട് ചെയ്യുക, ഇങ്ങോട്ട് കട്ട് ചെയ്യുക, ഇവിടെ കുത്തുക, ഇങ്ങോട്ട് കട്ട് ചെയ്യുക, ഇങ്ങോട്ട് കട്ട് ചെയ്യുക, നേരെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായി? 3 ആയിട്ട് മുറിഞ്ഞു, 6 സെന്റിമീറ്റർ. നേരെ ഇനി എന്താ ചെയ്താൽ മതി? ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഒരൊറ്റ കറക്കൽ സർക്കിളായി കഴിഞ്ഞു. ഇതാ ജോയിൻ ചെയ്താൽ നമ്മുടെ തൊടുവര വരച്ചു കൊടുത്തു. ഓക്കെ, വൃത്തത്തിലേക്ക് തൊടുവരകൾ വരച്ചു കൊടുത്തു. ഓക്കെ, വെരി ഈസി. 4 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഷുവർ ഷോട്ടാണ്. ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആണ്. 100% തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പരിചയപ്പെടണം, മറന്നു പോയത്. അത്രയും ഈസി, അത്രയും പെർഫെക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 100% നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യനുമായി കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ ഇവിടെ വാങ്ങുന്നു. താങ്ക് യു സോ മച്ച്.